എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളിപ്പോൾ ഈ കണ്ട ഒരു വീഡിയോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. അതായത് നമ്മുടെ നല്ലൊരു സമയത്തെ അപഹരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ റെയിൽവേ ഗേറ്റടോ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം. അതായത് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏകദേശം 77 വർഷത്തോളം ആവുന്നുണ്ട്. അതുപോലെ റെയിൽവേ ഈ സർവീസ് ആരംഭിച്ചിട്ട് ഏകദേശം 160 വർഷത്തോളം കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കണം, ഇത്രയും വർഷമായിട്ടും ഈ അടിസ്ഥാന സൗകര്യത്തിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു റെയിൽവേ മേൽപ്പാലം കെട്ടുക, അല്ലെങ്കിൽ ഹൈവേകൾ കൊണ്ടുവരിക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളാണ്. എത്രയോ ആൾക്കാർ ഈ റെയിൽവേ ഗേറ്റ് അടവ് തന്നെ നമ്മൾ എടുക്കാമെങ്കിൽ എത്രയോ ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് മൂലം ഈ ഗേറ്റ് അടവ് ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആക്സിഡൻറ്റ് കേസുകൾ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആവുന്നത് കൊണ്ടായിരിക്കാം അവർ മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ എത്രയോ ആൾക്കാരുടെ ഫ്ലൈറ്റുകൾ, അതുപോലെ പ്രധാനപ്പെട്ട പരീക്ഷകൾ, എക്സാം, ഇൻ്റർവ്യൂസ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ഗേറ്റ് അടവ് മൂലം. എന്ന് വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് ഇത് തുറക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് തുറക്കുമോ, 10 മിനിറ്റ് കൊണ്ട് തുറക്കുമോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ എത്ര തലമുറ, 1-2 തലമുറ എന്നല്ല, എത്രയോ തലമുറകൾ ഈ ഒരു റെയിൽവേ ഗേറ്റോട് കടന്നിട്ട് അവരുടെ സമയങ്ങളും പല പല ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ അധികമൊന്നും പറയണ്ട, നമ്മുടെ സ്കൂളിൽ പോകുന്ന ഇപ്പോൾ ഏറ്റവും കുഞ്ഞു കുട്ടികൾ പോലും അവരുടെ ബസ്സിലായാൽ പോലും ഈ റെയിൽവേ ഗേറ്റ് കാരണം സ്കൂളിൽ പലപ്പോഴും ലേറ്റായിട്ടാണ് ബസ്സുകൾ എത്തുന്നത് പോലും. അപ്പം ഇതുപോലുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റാത്ത പല ജനപ്രതിനിധികളുമാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നു, എത്ര മന്ത്രിമാർ വന്നു, MP മാർ വന്നു, MLA മാർ വന്നു. നിങ്ങൾക്കൊരു 6-7 കിലോമീറ്ററിന് ഉള്ളിൽ ഒരു മേൽപ്പാലം വെച്ച് പണിയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് ആ വഴി പോകാവുന്നതേ ഉള്ളൂ. ഈ വഴി പോകേണ്ട, റിസ്ക് എടുക്കേണ്ട, നമുക്കൊരു കഴിഞ്ഞാൽ ആ വഴി പോകാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആവാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി അല്ല, ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ തന്നെ മാത്രം നമുക്ക് സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില ഹൈവേ സമാനമായ റോഡുകളിൽ പോലും സെൻട്രൽ ഇതേപോലെ ഒരു റെയിൽവേ ഗേറ്റ് കൊണ്ടുവച്ചിരിക്കുകയാണ്. അതുപോലുള്ള സ്ഥലങ്ങളിൽ പോലും ഇവർ ഒരു റെയിൽവേ മേൽപ്പാലം പണിയാനുള്ള ഒരു സാഹചര്യം ഇത്രയും നാളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ എത്ര ആയെന്ന് നമ്മളെല്ലാവരും ആലോചിക്കണം. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളായിരുന്നു. ഇത്രയും നാൾ ചെയ്തിട്ടില്ല. ഹൈവേ പോലും ഇത്രയും നാൾ ആരും ചെയ്തിട്ടില്ല. ഇപ്പം ഹൈവേയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഒരു കോമൺ മാനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കോമൺ പീപ്പിളിനെ സംബന്ധിച്ച് ഈ പറയുന്ന രാഷ്ട്രീയം ഒക്കെ കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്ക് വേണ്ടത് നല്ല സൗകര്യങ്ങളാണ്. അവർ ഇപ്പം ടാക്സ് പേയേഴ്സ് ഉണ്ടാവും. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ടാക്സ് പേയേഴ്സ് വളരെയധികം കുറവാണ്. എന്നാൽ പോലും ഈ മുട്ടസൂചി വാങ്ങിക്കുമ്പോൾ പോലും സാധാരണക്കാരൻ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ അവന് അവകാശപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഓരോ ജനപ്രതിനിധിയുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവരതൊക്കെ ചെയ്യുകയാണെങ്കിൽ, കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കും. ഇതില്ലാതെ വരുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ആളുകൾ മാറ്റി വോട്ട് ചെയ്യുകയും പല പല ആൾക്കാർ, പല പല പാർട്ടിക്കാരായാലും ശരി, ഭരണത്തിൽ വരികയൊക്കെ ചെയ്യുന്നത് ഒരാൾ ചെയ്തില്ലെങ്കിൽ അടുത്ത ആൾ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും വർഷങ്ങളായി ഇതുവരെയും ഇതുപോലുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യമായ ഹൈവേ വന്നിട്ടില്ല, മേൽപ്പാലങ്ങൾ വന്നിട്ടില്ല, ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഇപ്പം കേന്ദ്ര സർക്കാർ ഇന്ത്യ ഒട്ടാകെ ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഹൈവേ കിട്ടി. അത് ചിലപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ലോജിസ്റ്റിക്കും ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർ ചെയ്തതായിരിക്കും. എന്ത് തന്നെ ആയാലും നമുക്കൊരു ഹൈവേ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പലർക്കും വലിയ വലിയ പ്രീമിയം കാർസൊക്കെ ഉണ്ട്, പക്ഷെ അത് ഓടിക്കാൻ പറ്റുന്ന റോഡുകളില്ല. അവരൊക്കെ ഈ പറയുന്ന കാറിൻ്റെ ഫുൾ പെർഫോമൻസ് കിട്ടണമെങ്കിൽ അതർ സ്റ്റേറ്റിൽ പോയി ഓടിച്ചാൽ മാത്രമേ അവർക്ക് ഈ പെർഫോമൻസ് കിട്ടത്തുള്ളൂ. അപ്പം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ അറിഞ്ഞ് ചെയ്യാത്തത് കൊണ്ടാണ് പലരും ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു കോമൺ മാനെ സംബന്ധിച്ച്, ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾക്കാരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു പാർട്ടിയെന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല. നമുക്ക് ആരാണോ ചെയ്തു തരുന്നത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്
നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. പാർട്ടി കൊണ്ട് നടന്നു കഴിഞ്ഞാലൊന്നും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് എല്ലാവരും നോക്കുന്നത് ഓരോ ഫെസിലിറ്റീസ് ആരാണോ നമുക്ക് ചെയ്തു തരുന്നത് അവർക്ക് മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാലം സർവൈവ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു PR വർക്ക് കൊണ്ടോ അല്ല ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ ഒന്നും ആരെയും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഡിജിറ്റൽ യുഗമാണ്. എല്ലാവർക്കും ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇപ്പം നമോ ഭാരതും അതുപോലെ വന്ദേ ഭാരത് പോലുള്ള സെമി ഹൈ സ്പീഡ് ട്രെയിനുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1-2 ഒക്കെ ഉള്ളൂ. പക്ഷേ അത് ഇനി എണ്ണത്തിൽ കൂടുമ്പോൾ മിനിറ്റിന് റെയിൽവേ ഗേറ്റുകൾ അടയ്ക്കേണ്ട അവസ്ഥ വരും. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യണം. കുറച്ച് നാൾ കഴിഞ്ഞ് വെച്ച് കേന്ദ്ര സർക്കാരിന് ഗേറ്റ് അടച്ചിടേണ്ട അവസ്ഥ വരരുതെന്ന് വിചാരിച്ച് ഇനി അവർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അതിനുള്ള ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനുള്ള പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റും. ഒറ്റ കാര്യം മാത്രം നമ്മൾ എപ്പോഴും ആലോചിക്കുക, തലമുറകൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. 1-2 തലമുറയൊന്നുമല്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള ഈ റെയിൽവേ ഗേറ്റുകളിലൊക്കെ കിടന്നിട്ട് വലയുന്നത്. അപ്പം ഇനിയും ഒരു തലമുറ, ഇനി അവരും വളർന്നു വന്നിട്ട് അവരുടെ അടുത്ത തലമുറ വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിന് വേണ്ട നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൂട്ടമായിട്ടായാലും ശരി, എങ്ങനെ ആയാലും ശരി, അത് ആലോചിച്ച് അതിന് വേണ്ട നമ്മൾ ഒരു പുരോഗമന പാതയിലാണ്. അപ്പോൾ ആരായാലും പാർട്ടി ഒന്നും നോക്കാതെ രാജ്യം നന്നാവുക, ഡെവലപ്മെൻറ്റ്സ് വരിക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ക്രിട്ടിസൈസമാണെന്നൊന്നും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരാളിനെയോ ക്രിട്ടിസൈസമാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കറക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ മാത്രം കണ്ടാൽ മതി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.